അപ്പോൾ ഇത് ചെറിയൊരു കനാലിൽ കൂടെ വരുന്ന വെള്ളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ നിന്ന് വെള്ളം അത്യാവശ്യം നല്ല പോർഷൻ തന്നെയാണ് താഴേക്ക് പോകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഹായ് പ്രേമിത്രങ്ങളെ, ഇപ്പോൾ നിൽക്കുന്നത് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. അങ്ങോട്ടേക്കുള്ള വഴിയിലേക്കുള്ള ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇത് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലാണ്. അപ്പോൾ ഞാനിവിടെ വരുന്നത് നാലമ്പല ദർശനം കഴിഞ്ഞിട്ടുള്ള വഴിയിൽ ഇങ്ങനൊരു ക്ഷേത്രത്തിൻ്റെ ബോർഡ് കണ്ടിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത്. ഇവിടുത്തെ ആ കാഴ്ചകൾ കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം നല്ല ഒരു അന്തരീക്ഷം, ചുറ്റിനുള്ള റബ്ബർ കാട്, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നല്ല തണുത്ത കാറ്റ്, നല്ല ശുദ്ധവായു, ഇതിനേക്കാളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവമുണ്ട്. അതിലേക്ക് ഞാൻ കൊണ്ടുപോകാം. അപ്പോൾ ഈ ക്ഷേത്രത്തിലോട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇത് കാണുക, അത് കുട്ടികളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിലോട്ട് വരുന്ന വഴിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുറത്താണ് ഈ വെള്ളച്ചാട്ടം. ആ കാഴ്ചയിലേക്ക് ഞാൻ കൊണ്ടുപോകാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയുന്നത്, അപ്പോൾ നാലമ്പല ദർശനം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള എളുപ്പമാർഗ്ഗം, അതായത് നമുക്ക് ഏറ്റുമാനൂർ അമ്പലത്തിൽ നമ്മൾ ദർശനത്തിന് വന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറ്റുമാനൂരൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്കും കൂടെ വരാൻ ശ്രമിക്കുക. കാരണം ഇവിടെ നല്ലൊരു ഗ്രാമ അന്തരീക്ഷം, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കാട് പോലുള്ള ഒരു സ്ഥലമാണ്. നമുക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം നല്ല അന്തരീക്ഷം, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വഴി പോവുകയാണെങ്കിൽ, അതായത് ഈ അരുവിക്കര ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ റോഡിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക. ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിലേക്ക് വരിക. ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ ശ്രമിക്കുക. കാരണം നല്ലൊരു അന്തരീക്ഷവും നല്ല ശുദ്ധവായു, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുഴിയുണ്ട്, നോക്കണേ. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. നമ്മൾ മെയിൻ എൻട്രൻസ് വരുന്നത് ഈ വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പിയുടെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് കനാലുണ്ട്. ആ കനാലിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പിള്ളേരൊക്കെ കുളിക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇതിൻ്റെ വലതുവശത്തേക്ക് വരുമ്പോൾ ഈ വെള്ളമെല്ലാം കൂടെ ഇങ്ങനെ ഒഴുകി താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഫീലിംഗ്, നല്ല തണുത്ത വെള്ളം. ഇതിനകത്ത് ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ താഴോട്ട് ഇരിക്കാൻ പോവാണ്. ചിലപ്പോൾ നേരെ അതിനകത്തോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഇവിടെ ഇരിക്കാമെന്ന് വെച്ചു, അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിങ്ങനെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നല്ല ചെറിയ കുഴികളൊക്കെ ഉണ്ട്. കാല് ചിലപ്പോൾ തെറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ ഇവിടെ നിന്ന് സ്ലിപ്പായിട്ട് നേരെ അതിനകത്തോട്ടേക്കായിരിക്കും പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ച എന്ന് പറയുന്നത് ഈ വെള്ളം ഒഴുകുന്ന കാഴ്ചയാണ്. ഇത് കണ്ടത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് താഴേക്ക് ഇങ്ങനെ പോവുകയാണ്. എൻ്റെ താഴോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിവിടെ നിന്ന് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനകത്തോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ തറയെന്ന് പറയുന്നത് വെട്ടുകല്ലാണ്. അപ്പോൾ അവിടെ സ്ലിപ്പാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഒരു ഭാഗത്ത് ഇങ്ങനെ റബ്ബർ കാടുകൾ ഇങ്ങനെ ഉണ്ട്. റബ്ബർ കാടെന്ന് വെച്ചാൽ മൊത്തം റബ്ബർ തോട്ടങ്ങളാണ്. ഇതെല്ലാം ഇത് കണ്ടോ, ഇത് ടാപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്ന, ടാപ്പിങ്ങിനൊക്കെ റെഡിയായി നിർത്തിയിരിക്കുന്ന റബ്ബർ തോട്ടങ്ങളാണ്. അപ്പോൾ ഇവിടെ നല്ല കാറ്റും നല്ല ശുദ്ധമായ വായുവും നല്ല അന്തരീക്ഷമൊക്കെയാണ് ഇവിടെ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സിങ് മോഡാണ്. നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. നല്ല അന്തരീക്ഷം, നല്ല കാറ്റ്, തണുപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 2 മണി സമയമാണ്. അപ്പോൾ ഇവിടെ അമ്പലം അടച്ചിരിക്കുകയാണ്. അപ്പോൾ ദർശനത്തിന് പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഒന്ന് നടന്നു നോക്കുമ്പോഴാണ് ഈ റബ്ബർ തോട്ടം കാണുന്നത്. കാടെന്ന് പറയാൻ പറ്റില്ല, റബ്ബർ തോട്ടം. കാട് പോലെയൊക്കെ പറയാം, എന്നാലും റബ്ബർ തോട്ടം. നല്ല രസമാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഈ ഭാഗത്ത് ഇഷ്ടംപോലെ അതിൽ നിന്നൊക്കെ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷം. അപ്പോൾ നിങ്ങളിവിടെ വന്നാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇതുപോലെയൊക്കെയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാനിങ്ങനെ ഈ റബ്ബർ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇതിലൂടെ കുറച്ച് നടക്കാൻ തോന്നി.
ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. ഇത് റബ്ബർ ഫാക്ടറിയാണ്. ഇപ്പം ഇത് പ്രവർത്തിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിങ്ങനെ അടച്ചിട്ടിരിക്കുമോ. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ആറാണ്. അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അത് കുറച്ചുകൂടെ ദൂരം നമ്മൾ മുമ്പോട്ട് പോകണം. പക്ഷെ അത്രയൊക്കെ പോകുന്നത് റിസ്ക്കാണ്. കാരണം ഇപ്പം തന്നെ ഈ പരിസരത്തൊന്നും ആരെയും കാണാൻ സാധിക്കുന്നില്ല. എന്നാലും ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഈ ടൗണിൽ അല്ലെങ്കിൽ വലിയ സിറ്റീസിലൊക്കെ നിൽക്കുന്നവർക്ക് എപ്പോഴും തിരക്കും ബഹളവും പുകയും പൊടിയും ശബ്ദവും ഒക്കെ നിത്യവും അനുഭവിക്കുന്നവർക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും, റിലാക്സിങ് മോഡായിരിക്കും. കാരണം ഇത് കണ്ടോ, എന്ത് നല്ല രസമുള്ള സ്ഥലം, എന്ത് നല്ല അന്തരീക്ഷം. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് നല്ല പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമപ്രദേശം, നല്ല അന്തരീക്ഷം, നല്ല ഫ്രഷ് എയർ, അതുപോലെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് നടക്കുവാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.